ഇന്ന് ശതകോടികളുടെ വ്യവസായമാണ് സ്കിൻ കെയറുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ബ്രാൻഡുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് തികച്ചും നുണപ്രചാരണങ്ങൾ നടത്തിയാണ്. അതിന് ഡോക്ടർമാർ ഉൾപ്പെടെ കുടപിടിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഈ നുണ അവർ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു. ത്വക്ക് രോഗവുമായി ബന്ധപ്പെട്ട വിഭാഗമാണ് ഡെർമറ്റോളജി. പല ഡെർമറ്റോളജിസ്റ്റും പറയുന്നത് സൺസ്ക്രീൻ ഉപയോഗിക്കാതെ വെയിലത്ത് നിന്നാൽ ക്യാൻസർ ഉണ്ടാകുമെന്നാണ്. ഇത് ശരിയാണോ? ത്വക്ക് രോഗത്തിനുള്ള ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയിൽ ഡെർമറ്റോളജി അറിയപ്പെടുന്നുവെങ്കിലും ഇതിനോട് അനുബന്ധമായി മെഡിസിനുമായി ബന്ധമില്ലാത്ത ഒരു വിഭാഗവുമുണ്ട്. അത് കോസ്മെറ്റോളജിയാണ്. ബ്യൂട്ടീഷ്യൻ എന്ന് പണ്ട് പറഞ്ഞിരുന്നതിന്റെ പരിഷ്കരിച്ച രൂപമാണ് കോസ്മെറ്റോളജിസ്റ്റ്. മാർക്കറ്റിൽ കിട്ടുന്ന നല്ലതും അല്ലാത്തതുമായ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളെല്ലാം ഉപയോഗിച്ച് ആളുകളെ വെളുപ്പിച്ചു കൊടുക്കും. കോസ്മെറ്റിക്സ് ആയി ക്രീംസ്, സെറംസ്, സൺസ്ക്രീൻസ് തുടങ്ങി പ്രായം കുറയ്ക്കാനുള്ള പല മാർഗങ്ങൾ, കോസ്മെറ്റിക് സർജറികൾ വരെ ഇന്നുണ്ട്. പല ആളുകളും ഇന്ന് സൺസ്ക്രീൻ മാൻഡേറ്ററി ആയി ഉപയോഗിക്കേണ്ട ഒന്നാണ് എന്ന് പറയുന്നു. ഏതായാലും സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനുള്ള ട്രെൻഡുകൾക്ക് പിന്നാലെ ആളുകൾ പോകുമ്പോൾ, വിപണി ഒരുക്കുന്ന കെണികളിൽ വീഴുമ്പോൾ ഒന്ന് ഇരുത്തി ചിന്തിച്ച് ഇവിടെ അനന്തരഫലം എത്തുന്ന അറിയേണ്ടതുണ്ട്. പണ്ട് യങ് ജനറേഷൻ ആയിരുന്നു കോസ്മെറ്റിക്സ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് മധ്യവയസ്കർ വരെ എഴുന്നേറ്റ് നടക്കുവാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം യൗവനക്കാരുടെ മുഖവും കൈകളും പോലെ ആക്കിയെടുക്കുവാനായാണ് പരിശ്രമിക്കുന്നത്. ഇന്നത്തെ ഒരു പങ്ക് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ യൗവനക്കാരും ഏതെങ്കിലും കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നവരായി മാറിയിട്ടുണ്ട്. അതിനുള്ള കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വ്യത്യസ്ത തരം വീഡിയോകൾ ചെയ്യുന്നവരും കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളുടെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന വലിയൊരു പങ്കാളികളും അവർക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കരുതുന്നു. അതവരുടെ സൗന്ദര്യം വർദ്ധിക്കുവാൻ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. പക്ഷേ ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്ത രീതിയിലാണ്. ചിലർക്ക് ഡ്രൈ സ്കിൻ ആകാം, ചിലർക്ക് ഓയിലി ആകാം, ചിലരുടെ സ്കിൻ ഹൈലി സെൻസിറ്റീവ് ആകാം. അങ്ങനെ വ്യത്യസ്ത നേച്ചറാണ്. ഇവിടെ എല്ലാവരുടെയും സ്കിൻ ഒരേപോലെ ഒരു ഉൽപ്പന്നത്തിനും ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കുവാൻ കഴിയില്ല. അതുമാത്രമല്ല, പരസ്യങ്ങളിലൂടെയൊക്കെ കാണിക്കുന്ന തരത്തിൽ ഇതാണ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ആളുകൾ അന്ധമായി അത് വിശ്വസിക്കുകയാണ്. ഒന്ന് ഓർക്കുക, ദർ ഇസ് നോ സ്പെസിഫിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്. എവരിബഡി ഹാവ് ദെയർ ഓൺ ബ്യൂട്ടി. എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. അവർ റെസ്പോൺസിബിലിറ്റി ഇസ് ജസ്റ്റ് ടു കീപ് ഇറ്റ് ക്ലീൻ. വൃത്തിയായി സംരക്ഷിക്കുന്നിടത്താണ് സൗന്ദര്യം പ്രകാശിക്കുന്നത്. നിങ്ങൾ വെളുത്തതാണെന്നോ കറുത്തതാണെന്നോ മൂക്ക് ശരിയല്ല എന്നോ കണ്ണ് ശരിയല്ല എന്നോ ചുണ്ട് ശരിയല്ല എന്നോ ഒന്നും ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. കീപ് യുവർസെൽഫ് ക്ലീൻ ആൻഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ്. നമ്മുടെ ശരീരത്തിൽ വിയർപ്പുണ്ടാകും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തൊലിയുടെ ഉള്ളിൽ ഉള്ള സുഷിരങ്ങൾ വഴിയാണ് വിയർപ്പ് വരുന്നത്. ഇതേപോലെ തന്നെ ശരീരത്തിൽ പുരട്ടുന്ന സ്കിൻ ക്രീമുകളും തൊലിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും ത്വക്ക് രോഗങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യും. ഭൂരിപക്ഷം ക്രീമുകളുടെ ഉള്ളിലും ദോഷകരമായ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇവ അലർജികൾ തുടങ്ങി തൊലിക്ക് ചൊറിച്ചിൽ അല്ലെങ്കിൽ പൊള്ളൽ പോലെയുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ടാക്കും. തൊലിയുടെ കട്ടി ഇല്ലാതാക്കാം. ഈ ഉൽപ്പന്നങ്ങൾ പിന്നീട് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ കരിവാളിപ്പ് അല്ലെങ്കിൽ വിളറിയ രീതിയിൽ തൊലിയെ ആക്കി തീർക്കുകയും ചെയ്യും. കോസ്മെറ്റിക് സർജറികൾ ശരിക്കും അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ ചെയ്യാവൂ. അപകടങ്ങൾ സംഭവിക്കുമ്പോഴും പൊള്ളൽ ഉണ്ടാവുമ്പോഴും മാത്രം ചെയ്യാനുള്ളതാണ് ഇത്. പക്ഷെ ഇന്ന് ഇതിനെ ഒരു ബിസിനസ് ആയി കണ്ട് കസ്റ്റമേഴ്സിനെ പേഷ്യൻസ് ആക്കി മാറ്റുകയാണ്. യാതൊരു പ്രശ്നവും ഇല്ലാത്തവരെ സർജറികളിലൂടെ സൗന്ദര്യം വർദ്ധിപ്പിച്ച് നൽകുമെന്ന് വാഗ്ദാനം നൽകുന്നു. കഷണ്ടിയുള്ളവർക്ക് മുടി കിളിർക്കുവാനുള്ള കൃത്രിമ മാർഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പരസ്യങ്ങൾ നൽകി കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുന്നു. എന്നാൽ ഇത്തരം ചികിത്സകൾക്ക് വിധേയരാകുന്നവർ ജീവിതകാലം മുഴുവനും അതിന്റെ അനന്തരഫലങ്ങളും തുടർന്നുള്ള മരുന്നുകളും എടുത്താണ് ജീവിക്കുന്നത്. സൗന്ദര്യവർദ്ധവിനായി ചെയ്യുന്ന പല സർജറികളും ഒന്നിൽ അവസാനിക്കുകയുമില്ല. ഇത് ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് സംതൃപ്തി നേടാനും കഴിയില്ല. അതുപോലെ തന്നെ സർജറി വഴി നാഡികൾക്ക് ഡാമേജ് സംഭവിക്കുകയും ചെയ്യും. സ്വന്തമായി ആത്മവിശ്വാസം ഉണ്ടാക്കുവാനും തനിക്കുള്ള സൗന്ദര്യം മതിയെന്ന് വയ്ക്കുവാനും കഴിയാത്തവരാണ് ഇത്തരം സർജറികൾക്ക് പിന്നാലെ പോകുന്നത്. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന മിക്കവരും അത് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് മാത്രമല്ലാതെ മറ്റാർക്കും അതൊരു ബാധകമേ അല്ല. മറ്റൊരാൾ നിങ്ങളുടെ സൗന്ദര്യത്തെ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളെ ചൂഷണം ചെയ്യുവാനും നിങ്ങളെ ഉപയോഗിക്കുവാനും മാത്രമാണ്. സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ അനാവശ്യമാണെന്ന് പറയുമ്പോൾ തന്നെ തൊലിക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടത് ആവശ്യമാണ്. സ്കിൻ പ്രോബ്ലംസിന് ആന്തരികമായ പല കാരണങ്ങളാണ് വരുന്നത്. നിർജ്ജലീകരണം, പോഷകക്കുറവ്, മാംസ്യത്തിന്റെ അല്ലെങ്കിൽ വൈറ്റമിന്റെ കുറവ്, ഹോർമോൺ ഇംബാലൻസ്, സ്ട്രെസ്, ഫുഡ് അലർജി, പൊടി അലർജി തുടങ്ങിയവ കാരണമായി വരുന്നുണ്ട്. ഇതിനൊക്കെ സ്കിൻ ക്രീം താൽക്കാലിക സുഖം നേടി തന്നെങ്കിലും ഈ രോഗം കൂടെ എന്നും കാണും. നാം ഇന്ന് കാണുന്ന അലോപ്പതി ഡെർമറ്റോളജിസ്റ്റുകളിൽ വലിയൊരു പങ്കും സിംറ്റംസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതിന്റെ കോസിനെ അല്ല. ത്വക്ക് രോഗത്തിന്റെ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ആ പ്രശ്നം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ആന്റിബയോട്ടിക്സ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ നൽകുന്നുവെങ്കിലും പല കേസുകളിലും രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകുന്നില്ല. ഡെർമറ്റോളജിസ്റ്റ് ഉൾപ്പെടെ സൺസ്ക്രീൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്.
UV എക്സ്പോഷർ സ്കിൻ ക്യാൻസറിന് കാരണമാകുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഒരു മരത്തിന്റെ തണൽ പോലും ഇല്ലാത്ത കൃഷിയിടങ്ങളിൽ കർഷകർ പണിയെടുക്കുന്നു. അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. സൺസ്ക്രീനുകൾ അമിതമായി തേച്ച് നടക്കുന്നത് ആരോഗ്യകരം അല്ല. എന്നാൽ നിങ്ങൾക്ക് തലയിൽ ഒരു ക്യാപ്പ് വെച്ചോ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ് ഇട്ടോ അല്ലെങ്കിൽ കുട ചൂടി അമിതമായ വെയിലിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയുമല്ലോ. എന്തുകൊണ്ട് നാച്ചുറലായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നില്ല? നിങ്ങൾക്ക് ഏതെങ്കിലും തരം ത്വക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അതിനുള്ള ചികിത്സ തേടുക. എന്നാൽ ത്വക്കിന്റെ നിറമോ തിളക്കമോ വർദ്ധിപ്പിക്കുവാനുള്ള യാതൊന്നും അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക. അത് നിങ്ങളെ ത്വക്ക് രോഗത്തിലേക്ക് നയിക്കുക മാത്രമാണ് ചെയ്യുക. നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ നാച്ചുറലായ പല മാർഗങ്ങളുമുണ്ട്. അതിന് ക്രീമുകളോ മറ്റ് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെയോ ആവശ്യമില്ല. സൗന്ദര്യത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിനും പ്രധാനമായ ഒന്നാണ് കുടിവെള്ളം. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങളും കാർബണേറ്റഡ് പാനീയങ്ങളും പ്രോസസ്സർ ഭക്ഷണങ്ങളും ഒഴിവാക്കുക. 7 മണിക്കൂർ ദിവസവും ഉറങ്ങുക. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടുക. ശരീരത്തിൽ യാതൊരുവിധ കെമിക്കലുകളും വീഴാതെ സൂക്ഷിക്കുക. സെന്റ് അല്ലെങ്കിൽ ബോഡി സ്പ്രേ സ്കിന്നിൽ വീഴാതെ നോക്കുക. സ്വാഭാവിക സൗന്ദര്യം പോരാ എന്ന ചിന്താഗതിയാണ് മാറേണ്ടത്. ചെളി കളയാനായി നാം സോപ്പ് തേച്ച് കുളിക്കുന്നു. എന്നാൽ ഇതുപോലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും. നിങ്ങൾ ദിവസവും ഒന്നിലധികം തവണ കുളിക്കുമെങ്കിൽ അതിൽ ഒരു തവണയെ പരമാവധി സോപ്പ് ഉപയോഗിച്ച് കുളിക്കാവൂ. സോപ്പ് ഉപയോഗിക്കാതെയും മനുഷ്യന് വൃത്തിയായി ജീവിക്കുവാൻ കഴിയും. ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് ശരീരം വൃത്തിയാക്കാവുന്നതാണ്. സോപ്പിനേക്കാൾ വളരെ ഫലപ്രദമാണിത്. സോപ്പ് ഉപയോഗിക്കാതിരുന്നാൽ തൊലിയുടെ പുറമെയുള്ള സ്വാഭാവിക സംരക്ഷണം നിലനിൽക്കുകയും ചെളി അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുകയും ചെയ്യും. UV റേസിനെ പോലും തടയുവാൻ ഈ സ്വാഭാവിക സംരക്ഷണത്തിന് കഴിയും. എന്നാൽ എല്ലാ ദിവസവും ആളുകൾ ഈ സംരക്ഷണം സോപ്പ് കുമിളകൾ ഉപയോഗിച്ച് പൊട്ടിച്ച് കളയുകയാണ്. എന്നിട്ട് സൺസ്ക്രീൻ തേച്ച് നടക്കുകയാണ്. എന്നാൽ സോപ്പിന്റെ വിപണി വളരെ വലുതാണ്. സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ അണുക്കൾ നശിക്കുന്ന ആനിമേഷൻ വീഡിയോ കാണുമ്പോൾ സോപ്പ് അവിഭാജ്യമാണെന്ന തെറ്റിദ്ധാരണ ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്നു. ഏതായാലും സോപ്പുകളുടെ അഡ്വർടൈസ്മെന്റുകളെ തോൽപ്പിച്ച് ഈ സ്വാഭാവിക സംരക്ഷണത്തിന്റെ സന്ദേശത്തിന് പ്രചാരണം നേടുവാൻ കഴിയില്ല. കോസ്മെറ്റോളജി എന്നാൽ വലിയൊരു കച്ചവട ശൃംഖലയെ ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏജൻസിയാണ്. അതിലെ എല്ലാ പ്രവർത്തനങ്ങളും സുരക്ഷിതമല്ല. എല്ലാ വാഗ്ദാനങ്ങളും ശരിയാവുകയുമില്ല. ഉറക്കച്ചടവ് പോലെ വൃത്തികേടായി നിൽക്കുന്ന ആരെയും ബ്യൂട്ടീഷ്യനിങ്ങിന് ശേഷം സുന്ദരമായി വരുന്ന വീഡിയോ കണ്ടാണ് പലരും ഇത് ചെയ്യുവാനായി പുറപ്പെടുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവശ്യത്തിന് പുറത്ത് ആരും തീരുമാനമെടുക്കരുത്. കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് സൗന്ദര്യവർദ്ധനവ് നടത്തുമ്പോൾ നിങ്ങളെ ഒരു കച്ചവട ഉൽപ്പന്നമാക്കുന്നു എന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. സമൂഹവും ധാർമ്മികതയും ഒക്കെ അവിടെ മാറി നിൽക്കട്ടെ. ഞാൻ ഇവിടെ ഊന്നൽ നൽകുന്നത് ത്വക്കിന്റെ ആരോഗ്യത്തിനാണ്. ത്വക്കിനുണ്ടാകുന്ന രോഗങ്ങൾക്ക് ശരിയായ ചികിത്സ തേടണം. പക്ഷെ അനാവശ്യമായി സൗന്ദര്യവർദ്ധനയുള്ള ട്രെൻഡുകൾക്ക് പിന്നാലെ പോയി നിങ്ങളുടെ ശരീരത്തെ പരീക്ഷണ വസ്തുവാക്കരുത്. രോഗങ്ങളെ വിളിച്ചു വരുത്തരുത്. സ്കിൻ ക്രീമുകൾ ഒഴിച്ചുകൂടാനാവാത്തതെന്ന് ചിന്തിക്കരുത്. സോപ്പ് പോലും മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. പക്ഷെ അത് വ്യത്യസ്ത രീതിയിലാണെന്ന് മാത്രം. മറ്റൊരാളെ പോലെ ആകുവാൻ നോക്കുന്നതാണ് പ്രശ്നം. പല ഇൻഫ്ലുവൻസർമാരും സ്കിൻ കെയർ ആണെന്ന പേരിൽ നിർദ്ദേശങ്ങളുമായി വരും. ഒരിക്കലും ആ കെണികളിൽ വീഴരുത്. നിങ്ങളുടെ തൊലിയെ ക്രീമുകൾ ഉപയോഗിച്ചല്ല, അതിന്റെ സ്വാഭാവികത നിലനിർത്തി സംരക്ഷിക്കുക.